الحمد لله الواحد القهار الغافر الذنب وكابل التوب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولو شاء ربك لآمن من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ആജ്ഞയും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് ഈമാനും തഖ്വയും മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു തഖ്വയോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാലത്ത് മതം എന്ന് പറയുന്നത് ഏറെ ചർച്ചയ്ക്ക് വിധേയമാവുകയും ഒരു ഭാഗത്ത് മതം വിമർശനത്തിന് വിധേയമാക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് മതത്തെപ്പറ്റിയുള്ള ചേരിപ്പോരുകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭൗതികമായ അർത്ഥം മനുഷ്യന്റെ ഭൗതികവും പാരത്രികവുമായ ശാന്തിക്കും മോക്ഷത്തിനും ദൈവികമായ ബന്ധത്തോടുകൂടി മനുഷ്യൻ സ്വീകരിക്കുന്ന ജീവിത വീക്ഷണം, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇതാണ് സത്യത്തിൽ മതം എന്ന് പറയുന്നത്. ഇത് ഒരു മനുഷ്യനും ഒരു മതവും ജന്മം കൊണ്ട് ഒരു മതം ഒരു മനുഷ്യനും ഉണ്ടായിത്തീരുകയില്ല. ജീവിതത്തിൻ്റെ മോക്ഷത്തെക്കുറിച്ചുള്ള പാരത്രികവും ഭൗതികവുമായ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ മോക്ഷത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഒരു ജീവിത വീക്ഷണവും മനുഷ്യന് ജന്മന ഉണ്ടായി എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. മറിച്ച് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് നീ മതവിശ്വാസിയായി തീരണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാമാണ് സ്വീകാര്യയോഗ്യമായ ജീവിത വീക്ഷണം, സ്വീകാര്യയോഗ്യമായ മതം. പക്ഷേ ഈ മതം നീ മുസ്ലിമായ ഉമ്മക്കും ഉപ്പക്കും ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം നിന്നിൽ ഈ മതം ഉണ്ടായിത്തീർന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് നീ ആലോചിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും വേണം. നിന്റെ ബുദ്ധിക്കും കഴിവിനും അനുസരിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യണം. അതാണ് ശുദ്ധ ഖുർആനിന്റെ ദശക്കണക്കിന് ആയത്തുകളിലൂടെ മനുഷ്യനോട് ചിന്തിക്കുവാനും പഠിക്കുവാനുമൊക്കെ ആവശ്യപ്പെടുമ്പോ അതിന്റെ അവസാനമുള്ളത് ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മതത്തിന്റെ അനുയായികളായിട്ട് മാറാൻ സാധിക്കും. അങ്ങനെ മതത്തിന്റെ അനുയായികളായി തീർന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള തഖ്വയും
ദൈവബോധവും ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധിയും ചിന്തയും കഴിവുമൊക്കെ ആളുകളിൽ വ്യത്യസ്തമായിരിക്കും, ഏറിയും കുറഞ്ഞും കൊണ്ടിരിക്കും. അവനവന് കിട്ടിയിട്ടുള്ള, അവനവന് ലഭിച്ചിട്ടുള്ള ബുദ്ധിയും ചിന്തയും അനുസരിച്ച് ചിന്തിക്കുവാനും ആലോചിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ആഹ്വാനമാണ് ഖുർആൻ നൽകുന്നത്. അതുകൊണ്ടാണ് മുത്തഖിയാവാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം മനസ്സിൽ ദൃഢമായി തീരുവാൻ ഖുർആൻ ആവശ്യപ്പെടുന്ന ഒന്ന്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ, അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുക വിജ്ഞാനമുള്ളവരാണ്, വിവരമുള്ളവരാണ്, ചിന്തയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മതബോധം കൂടുതൽ ഉണ്ടായിത്തീരണമെങ്കിൽ, മതവിശ്വാസം ദൃഢമായി തീരണമെങ്കിൽ ചിന്തിക്കുകയും പഠിക്കുകയുമൊക്കെ വേണം. ജന്മന ഉള്ള ഒരു മതം എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമായും മനുഷ്യനെ ഭക്തനാക്കി തീർക്കുവാൻ ജന്മന ഉള്ള ഒരു മതം കൊണ്ട് സാധ്യമല്ല. മാത്രമല്ല, അള്ളാഹു മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ ഇന്ന മതം തന്നെ സ്വീകരിക്കണം എന്ന് മനുഷ്യനെ നിർബന്ധിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനോട് പറഞ്ഞത്, നിനക്ക് 2 വഴികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്ന ആളുകൾ വിശ്വസിക്കുകയും ഉദ്ദേശിക്കുന്ന ആളുകൾ അവിശ്വസിക്കുകയും ചെയ്യട്ടെ. പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഖുർആനിന്റെ കൃത്യമായ ഒരു പ്രഖ്യാപനമുണ്ട്. കൃത്യമായ പഠനവും മനനവും ചിന്തയും ഉപയോഗിച്ചുവാൻ ഒരു മനുഷ്യൻ തീർച്ചയായും ആ മനുഷ്യൻ വിശ്വാസിയായിത്തീരും. അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുവാൻ ആ മനുഷ്യൻ കൃത്യമായ പഠനം കൊണ്ട് നിർബന്ധിതനായിത്തീരും. പക്ഷേ ഒരാളും ഒരു മനുഷ്യനെയും നീ മതവിശ്വാസി ആവണം എന്ന് നിർബന്ധിക്കാൻ പാടില്ല. മനുഷ്യർക്ക് മാറുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. ഒരാൾ മതം മാറാൻ പാടില്ല എന്ന് പറയാൻ ലോകത്ത് ആർക്കും സാധിക്കുകയില്ല. കാരണം എന്റെ ചിന്ത, എന്റെ ആലോചന, എന്റെ ജീവിത വീക്ഷണം അത് എന്റേത് മാത്രമാണ്. എന്റെ മനസ്സിലാണ് അതിന്റെ മാറ്റമുണ്ടാകേണ്ടത്. ആ മാറ്റം പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിന്താ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നു എന്നാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ മതപരിവർത്തനവും അതുപോലെ തന്നെ മതം മാറ്റവും ഒക്കെ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതം മാറ്റം പാടില്ല എന്ന് പറയാൻ ബുദ്ധിയും ചിന്തയുമുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല. കാരണം എന്റെ ചിന്ത, എന്റെ ആലോചന, എന്റെ പഠനം, ഈ ആലോചനക്കും പഠനത്തിനുമൊക്കെ കൂച്ചുവിലങ്ങിടാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. എനിക്ക് എന്റെ മനസ്സുകൊണ്ട്, എന്റെ ചിന്ത കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ ചിന്ത കൊണ്ട് എന്നോട് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ മതം മാറുക എന്ന് പറയുന്നത് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഭൗതിക ജീവിതത്തിൽ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കലുള്ള ദീനിന്റെ സ്വീകാര്യതയും പരലോകത്തെ ശിക്ഷയും അപ്പുറത്ത് ഭൗതിക ജീവിതത്തിൽ മനുഷ്യർ സ്വതന്ത്രരാണ്. അത് വിശുദ്ധ ഖുർആൻ മാത്രമല്ല, ഇസ്ലാം മാത്രമല്ല, ലോകത്തുള്ള സർവ്വ തത്വസംഹിതകളും മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം. ഇനി ഒരു മനുഷ്യനോട് ഈ മതമെന്ന് പറയുന്ന ഒന്ന് ഒരു മനുഷ്യനിലും അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളോട് ഇന്ന കാര്യം തന്നെ ചിന്തിക്കണം, ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ദൈവവിശ്വാസം, ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ജീവിത വീക്ഷണം, അതെനിക്ക് ഉപദേശിക്കാം, എനിക്ക് പറയാം, എനിക്ക് നിങ്ങളോട് ബോധിപ്പിച്ചു തരാൻ സാധിക്കും. പക്ഷേ ചിന്തിക്കേണ്ടത് അവനവൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായി ഒരു മനുഷ്യനെ മതപരിവർത്തനം നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മതപ്രബോധനത്തിനും മതവിശ്വാസത്തിനും ഏറെ പ്രാധാന്യം കൊടുത്ത ഇസ്ലാം നിങ്ങൾ മതത്തിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്ന് സൂചിപ്പിച്ചത്. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. സൂറത്ത് യൂനുസിലെ 99-ാമത്തെ ഒരു ആയത്ത്, വലൗ ശാ അല്ലാഹു ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅൻ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും അവർ വിശ്വാസികളായി തീരുമായിരുന്നു. അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ.
അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭൂമി ലോകത്ത് വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉണ്ടായത്. പിന്നെ നീ എങ്ങനെയാണ്, മനുഷ്യരെങ്ങനെയാണ് ആളുകളെ നിർബന്ധിക്കുക? മതവിശ്വാസത്തിന് വേണ്ടിയിട്ട് എങ്ങനെ നിർബന്ധിക്കാൻ പറ്റും? അത്ഭുതകരമായ ഒരു വസ്തുത വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്, സ്വന്തം മക്കളെപ്പോലും മതത്തിൽ നിർബന്ധിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോ മദീനയിലെ അൻസാറുകളായ സഹാബത്ത്, ആ അൻസാറുകളായ സഹാബത്തിന് നേരത്തെ കല്യാണം കഴിച്ച ജൂതരും ക്രിസ്ത്യാനികളുമായ ഭാര്യമാരുണ്ട്. ഈ ഭാര്യമാരിലുള്ള മക്കൾ, ആ മക്കള് ക്രിസ്തുമതം സ്വീകരിക്കുവാനും ജൂതമതം സ്വീകരിക്കുവാനും തയ്യാറായപ്പോ പിതാക്കന്മാരായ അൻസാരികൾ അവരെ നിർബന്ധിച്ചു. മുസ്ലിങ്ങളാവാൻ വേണ്ടി നിർബന്ധിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തിറങ്ങുന്നത്, ലാ ഇക്റാഹ ഫിദ്ദീൻ. ആരെയും മതത്തിന്റെ പേരിൽ നിങ്ങൾ നിർബന്ധിക്കരുത്. അസത്യവും സത്യവും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. സത്യം പിടിക്കുന്നവന് ഉറച്ച ഒരു പാശമാണ് അവൻ മുറുകെ പിടിക്കുന്നത്. പക്ഷേ ആരെയും സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കൾ അവര് ജൂതരായ ക്രിസ്ത്യാനികളായ ഭാര്യമാരുടെ കൂടെ, നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ, അവരുടെ ഉമ്മമാരുടെ കൂടെ പോകുന്നുവെങ്കിൽ അവരെ നിങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോ ഇതാണ് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു. നിർബന്ധപൂർവം ആരെയും മതത്തിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം, അപ്രായോഗികമാണ് നിർബന്ധമായിട്ട് ഒരു മനുഷ്യനെ മതം മാറ്റുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്നത് സത്യത്തിൽ മതപരിവർത്തനമല്ല നടക്കുന്നത്, മറിച്ച് മതസ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ഒരാളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ട് എനിക്ക് കലിമ ചൊല്ലിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പൂജ നടത്തിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മം നടത്തിയിട്ട് നിങ്ങളെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആക്കുക എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് അപ്രായോഗികമാണെങ്കിൽ, ഈ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ആ മനുഷ്യൻ വിശ്വസിക്കുന്ന മതത്തിൽ അവന് വിശ്വസിക്കുവാനും ആ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുമുള്ള മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. സത്യത്തിൽ മതപരിവർത്തനത്തിന്റെ അപ്പുറത്ത് നാട്ടിൽ നടക്കുന്നത് പലപ്പോഴും മതസ്വാതന്ത്ര്യത്തെ നശിപ്പിക്കലാണ്. ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ കുറിച്ചിട്ടുള്ള മൗലികാവകാശത്തിന്റെ ലംഘനമാണ്. മനുഷ്യന് ഭരണഘടന, ലോകത്തുള്ള എല്ലാ ആധുനികമായ ഭരണഘടനയും മനുഷ്യന് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് അവനവൻ ഉദ്ദേശിക്കുന്ന മതമനുസരിച്ച് ജീവിക്കുവാനും അവനവൻ ഉദ്ദേശിക്കുന്ന മതത്തിൽ വിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. ഒരാളെ പിടിച്ചുകൂട്ടിക്കൊണ്ടുവന്ന് ഒരു മതത്തിൽ ചേർക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ മതപരിവർത്തനത്തിന്റെ അപ്പുറത്ത് ആ മനുഷ്യൻ ജീവിക്കുന്ന ആ വിശ്വാസത്തെ, ആ വിശ്വാസ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കലാണ്. ഇനി ഒരാളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് വരെ ഇവിടെ പലപ്പോഴും ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രലോഭിപ്പിച്ച് പണം കൊടുത്ത് മതമാറ്റി മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന് ഇവിഷേകമായി പറയാനുള്ള ഒരു മറുപടി, ഒരു കാര്യം, ഒരു മനുഷ്യനെയും പ്രലോഭിപ്പിച്ചിട്ട് പോലും മതം മാറ്റാൻ സാധിക്കുകയില്ല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മൂത്താപ്പ മരണാസന്നനായി കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തടവിയിട്ട് അള്ളാഹുവിന്റെ റസൂല് ആ മൂത്താപ്പയോട് പറയുന്നുണ്ട്, മൂത്താപ്പ, ഈ സമയത്തെങ്കിലും നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഒന്ന് മുസ്ലിമാകണം. ഇത് പറയുമ്പോ ഖുർആനിന് പറയാനുള്ളത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. നീ ഉദ്ദേശിക്കുന്നവരെ എന്തെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിച്ചിട്ട് പോലും നിനക്ക് മുസ്ലിമാക്കാൻ സാധിക്കുകയില്ല. അത് അവന്റെ മനസ്സിൽ തന്നെ തോന്നേണ്ടതാണ്. ആ മനസ്സിലെ ഈ ചിന്ത ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ അവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കേണ്ടതാണ്. അപ്പോ പ്രലോഭിപ്പിച്ചുകൊണ്ട് പോലും മനുഷ്യർക്ക് ഒരാളുടെ മതത്തെ മാറ്റുവാൻ, മതപരിവർത്തനം നടത്തുവാൻ സാധ്യമല്ല. ഇനി മതപരിവർത്തനത്തെക്കുറിച്ച് നാട്ടിലുടനീളം നടക്കുന്ന ചർച്ച, ഞങ്ങളിപ്പോ പഴയ സ്ഥാനത്തേക്ക് തന്നെ ആളുകളെ കൊണ്ടുവരുന്നു.
ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ള ഒരു നാട്ടിലും, മുസ്ലിങ്ങൾക്ക് അധീനപ്പെട്ട ഒരു നാട്ടിലും ഒരു മനുഷ്യനെ പോലും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ചരിത്രം 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, പരിപൂർണമായ സ്വാതന്ത്ര്യം, യാതൊരു വിധത്തിലുമുള്ള കപടതയുമില്ലാത്ത സ്വാതന്ത്ര്യമാണ് മതവിശ്വാസത്തിന്റെ പേരിൽ ലോകത്ത് ഇസ്ലാം നൽകിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുസ്ലിങ്ങൾക്ക് ലോകത്ത് ഒരുപാട് രാഷ്ട്രങ്ങൾ കീഴടങ്ങിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ആ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഒരുപാട് നാടുകൾ ഇസ്ലാമിന് കീഴടങ്ങിയിട്ടുണ്ട്. ഈ നാട്ടിലൊക്കെയുള്ള മനുഷ്യരോട് നിങ്ങൾ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരണം എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് അവരുടെ മുന്നിൽ ഒരു ചോയ്സ് വെച്ചു കൊടുക്കുകയാണ്. അവർക്ക് തെരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കലിമ ചൊല്ലിയിട്ട് ഞങ്ങളുടെ കൂടെ മുസ്ലിങ്ങളായി വരാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവനും സ്വത്തും ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളും. ഈ സംരക്ഷിക്കുന്നതിന് ഒരു നികുതി നിങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിന് കൊടുക്കണം. അതിനെയാണ് ജിസിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജീവനും സ്വത്തിനും പരിപൂർണമായ സംരക്ഷണം ഉറപ്പു നൽകിക്കൊണ്ട് മതസ്വാതന്ത്ര്യം മനുഷ്യന് വകവെച്ചു കൊടുക്കുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ലോകത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം ലോകത്ത് മറ്റാർക്കും പറയാനുണ്ടാവുകയില്ല. മറ്റാർക്കും അത്രമേൽ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തത് പറയാൻ സാധിക്കുകയില്ല. നെജ്റാനിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്നു. ക്രിസ്തുമത പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ചർച്ച നടത്തുന്നു. എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് പറയാനുള്ളത്? അവരോട് ആ രാജ്യത്തെ സാമ്പത്തിക വിഷയത്തെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും പറയാനല്ലല്ലോ അള്ളാഹുവിന്റെ റസൂൽ ഇവരോട് ചർച്ച നടത്തുക. തീർച്ചയാണ് അങ്ങനെയല്ല. പിന്നെ എന്താ പറയുന്നത്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, നിങ്ങൾ മുസ്ലിമീങ്ങളാവണം, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം, അതാണ് നിങ്ങളുടെ മോക്ഷത്തിന്റെ മാർഗം. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഇടയിലാണ് ആ പുരോഹിതന്മാര് പറയുന്നത്, ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ സമയമായിട്ടുണ്ട്, പ്രാർത്ഥിക്കണം. ലോകത്തെ ഒരു ഭരണാധികാരിയും കാണിക്കാത്ത അത്ര വലിയൊരു തുല്യതയില്ലാത്ത ഒരു സഹിഷ്ണുതയുടെ ഭാഗം മതവിശ്വാസത്തിന്റെ വിഷയത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്താ അത്? അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതാ ഇവിടെ വെച്ച് നിങ്ങളുടെ പ്രാർത്ഥന നിർവഹിച്ചോളൂ. എവിടെ? മദീനയിലെ എന്റെ പള്ളിയിൽ വെച്ച്, ഇവിടെ വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥന നിർവഹിക്കാം. ചരിത്രത്തിൽ പറയുന്നു, അവര് ബൈത്തുൽ മുഖദ്ദസിന്റെ നേരേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥന നടത്തി. വേണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്ന് ലോകത്ത് ഈ പറഞ്ഞു കേൾക്കുന്നത് പോലെ വാളിന്റെ വാൾമുനയിൽ, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ച ഒരു ചരിത്രമുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പക്ഷെ ആ പ്രവാചകൻ സ്വന്തം തട്ടകത്തിൽ വന്നിട്ടുള്ള പുരോഹിതന്മാരോട്, അന്യമതസ്ഥരായ ആളുകളോട് പറയുന്നത്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ എന്റെ ഈ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നോക്കൂ നിങ്ങള്, ഈ മതമാണോ നിർബന്ധിച്ച് പരിവർത്തിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കുക? മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ തെറ്റിദ്ധാരണക്കുള്ള വക പോലും വകവെച്ചു കൊടുത്തിട്ടില്ല. നിർബന്ധമായും ഒരാളെ മതം പരിവർത്തിപ്പിക്കുവാനോ, ഒരാളുടെ ആരാധനാലയങ്ങൾ കയ്യേറുവാനോ, ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളോ കയ്യേറുവാൻ തെറ്റിദ്ധാരണക്കുള്ള വക പോലും ഇസ്ലാമിക ചരിത്രത്തിലില്ല. ഒരു ഉദാഹരണം കൂടി സൂചിപ്പിക്കട്ടെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് കീഴടങ്ങി. ഈ സമയത്ത് ക്രൈസ്തവ പണ്ഡിതന്മാർ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വെച്ച ഏക കണ്ടീഷൻ, 2 കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഖലീഫ ഉമർ നേർക്ക് നേരെ വന്നിട്ട് ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ഏറ്റുവാങ്ങണം, എങ്കിലേ ഞങ്ങൾ തിരിച്ചു തരുള്ളൂ. 2, ഈ പ്രദേശത്ത് ജൂതന്മാർക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കരുത്. ഈ 2 കണ്ടീഷനാണ് ക്രൈസ്തവർ അന്ന് മുസ്ലിമീങ്ങളുടെ മുന്നിൽ വെച്ചത്. ഒന്ന്, മുസ്ലിങ്ങൾ അംഗീകരിച്ചു. ഖലീഫ ഉമർ വന്നിട്ട് താക്കോൽ ഏറ്റുവാങ്ങാമെന്നത് മുസ്ലിങ്ങൾ അംഗീകരിച്ചു. 2ാമത്തെ കണ്ടീഷൻ മനുഷ്യാവകാശ ലംഘനമായതുകൊണ്ട് പറ്റില്ല എന്ന രൂപത്തിൽ പറയുകയും ചെയ്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ പോയി
ഇവരുടെ അടുക്കൽ നിന്ന് ചർച്ച നടത്തുന്നു. ഈ സമയത്താണ് എല്ലാ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയിട്ടുള്ള സമയം, ഇനി ഒരു രക്ഷയില്ല എന്ന് തോന്നുന്ന സമയം. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന്റെ സമയമായപ്പോൾ പറഞ്ഞു, നമസ്കരിക്കേണ്ട സമയമായി. അപ്പോ അവര് പറഞ്ഞു, ഇതായത് നിങ്ങളുടെ കീഴിലുള്ളതാണല്ലോ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് നിസ്കരിക്കാം. നേരത്തെ പറഞ്ഞത് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർത്തും തന്റെ അധീനതയിലുള്ള പള്ളിയിലാണ് നമസ്കരിക്കാൻ അനുവാദം കൊടുക്കുന്നത്. ക്രൈസ്തവ പണ്ഡിതന്മാര് പറയുന്നത് തീർത്തും മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയിട്ടുള്ള ഒരു പ്രദേശത്ത് അവിടെയുള്ള ഒരു ചർച്ചിൽ വെച്ച് നമസ്കരിച്ചു കൊള്ളാൻ പറഞ്ഞപ്പോ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഇവിടെ വെച്ച് നമസ്കരിക്കുകയില്ല. ഭാവിയിൽ ഒരുപക്ഷെ ഇത് ഖലീഫ നമസ്കരിച്ച പള്ളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നമസ്കരിക്കുകയില്ല. പുറത്തു പോയിട്ട് ഒരു പാറയുടെ അടുക്കൽ വെച്ച് നിസ്കരിച്ചു. അതാണ് മസ്ജിദ് സഹ്റാ പിന്നീട് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സുതാര്യമാണ്. ഒരു ആരാധനാലയത്തിന്റെ നേരെ ഭാവിയിൽ വരുന്ന തലമുറക്ക് മുസ്ലിമീങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പോലും പാടില്ല എന്ന് ദീർഘവീക്ഷണം നടത്തിക്കൊണ്ടാണ് മുസ്ലിം ലോകം പെരുമാറിയത്. ഇനി ഇന്ത്യ രാജ്യത്തേക്ക് വരും നിങ്ങൾ. ഇന്ത്യ രാജ്യത്ത് 900 വർഷക്കാലത്തോളം മുസ്ലിമീങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട്. ഈ 900 വർഷക്കാലവും മുസ്ലിങ്ങൾ ഭരണം നടത്തിയിട്ട് ഇവിടെ നിർബന്ധ മതപരിവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ഡൽഹിയിൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റാരുണ്ടാകുമായിരുന്നില്ല. അതുപോലെ ഇന്ത്യയിൽ മുസ്ലിം ഭരണം നടന്ന പ്രദേശങ്ങളിലൊന്നും മുസ്ലിങ്ങളല്ലാത്ത മറ്റാരുണ്ടാവുമായിരുന്നില്ല. അങ്ങനെയല്ല എന്ന് മാത്രമല്ല, മൈസൂരിൽ ടിപ്പു സുൽത്താന്റെ ഭരണകേന്ദ്രത്തിന്റെ അടുക്കൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തല ഉയർത്തി നിൽക്കുന്ന ക്ഷേത്രങ്ങളാണ്. ആരെടുത്തു കൊടുത്തത്? ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന മുസ്ലിം ചക്രവർത്തി തന്നെ എടുത്തുകൊടുത്ത, മുഗൾ ചക്രവർത്തിമാർ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ, അത് പൗരസ്വാതന്ത്ര്യം, മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യർക്കും പൗരസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മതം പറഞ്ഞുകൊടുക്കുകയല്ലാതെ മതത്തിന്റെ പേരിൽ ആരെയും നിർബന്ധിക്കുവാൻ പാടില്ല, അത് അപ്രായോഗികമാണ് എന്ന ഇസ്ലാമിന്റെ തത്വശാസ്ത്രമാണ് മുസ്ലിം ഭരണാധികാരികൾ ആരെയും ഇസ്ലാമിലേക്ക് മുസ്ലിമാകാൻ വേണ്ടി ആരെയും നിർബന്ധിക്കാതിരിക്കാൻ കാരണം. ഇനി വേറൊന്നുകൂടിയുണ്ട്. പലരും പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള എല്ലാ മുസ്ലിം ചക്രവർത്തിമാരും ഇസ്ലാമോ മുസ്ലിമോ ഒന്നുമല്ല. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചക്രവർത്തിമാർ വരെ മുസ്ലിം പേരുള്ള ആളുകൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ പറയുന്ന നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പോലും സംഭവിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ വിശാലമായ വീക്ഷണത്തിൽ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ഒരു വീക്ഷണമുണ്ട് മതത്തിന്റെ വിഷയത്തിൽ. ആരെയും നിർബന്ധിക്കുവാനോ ആരോടും ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളോ പ്രകോപനങ്ങളോ നടത്തിയിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുക എന്ന് പറയുന്ന സമ്പ്രദായം വിശുദ്ധ ഖുർആനോ ഹദീസോ ഇസ്ലാമിക പ്രമാണങ്ങളോ അംഗീകരിക്കാത്തതാണ്. ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒന്നുകൂടിയുണ്ട്. മതപരിവർത്തനം നടത്തൽ, നിർബന്ധിത മതപരിവർത്തനം ഒന്ന് വേറെയാണ്, മതപ്രബോധനം ഒന്ന് വേറെയാണ്. മതപ്രബോധനം എന്ന് പറയുന്ന ഇന്ന് പലപ്പോഴും ആവശ്യപ്പെടുന്നത് മതപ്രബോധനം നടത്താൻ പാടില്ല എന്നതാണ്. അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകൾ, അങ്ങനെ ആവശ്യപ്പെടുന്ന വിഭാഗങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ലോകത്ത് എവിടെയും പുരോഗമന ഭരണഘടനയുള്ള എല്ലാ പ്രദേശത്തും മനുഷ്യരുടെ മൗലികാവകാശമായിട്ട് വകവെച്ചു കൊടുത്ത ഒന്നാണ് മനുഷ്യന് അവൻ ഇച്ഛിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന മതമനുസരിച്ച് ജീവിക്കുവാനും ആ മതം പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം. പ്രബോധനം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ ചിന്തയിലൂടെ, എന്റെ പഠനത്തിലൂടെ, എന്റെ മനനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, മനുഷ്യ ജീവിതത്തിന്റെ സമാധാനത്തിനും മനുഷ്യ ജീവിതത്തിന്റെ ശാന്തിക്കും പാരത്രികമായ മോക്ഷത്തിനും ഇന്ന ജീവിതമാർഗം സ്വീകരിച്ചാലാണ് നന്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്റെ കൂട്ടുകാരായ, എന്റെ നാട്ടുകാരായ, എന്റെ പ്രദേശത്തുകാരായ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവരോടുള്ള ശത്രുത കൊണ്ടല്ല, മറിച്ച്
അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം നിർബന്ധിച്ച് ആരോടെങ്കിലും കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നുവെങ്കിൽ അവന്റെ വിധി ഇസ്ലാമിന്റെ വേളിക്ക് പുറത്താണ്. അങ്ങനെ ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവോ റസൂലോ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ ഓതിയ ആയത്തുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തെ സംഭവങ്ങളും. അപ്പോ പ്രബോധനം എന്ന് പറയുന്നത് മനുഷ്യർക്ക് നന്മയുടെ വെളിച്ചം വീശാൻ, മനുഷ്യർക്ക് ഇന്നതാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചൊരു കാര്യം അതാണല്ലോ, കിതാബുൻ അൻസൽനാഹു ലിതുഖ്രിജന്നാസ മിനൽ ളുലിമാത്തി ഇലന്നൂർ. മനുഷ്യരിലുള്ള അന്ധകാരങ്ങളും അജ്ഞതയും അകറ്റുവാൻ ഈ വെളിച്ചം എത്തിച്ചു കൊടുക്കുക, അതാണ് പ്രബോധനം എന്ന് പറയുന്നത്. ആ പ്രബോധനം നടത്തുന്ന ആളുകളൊക്കെയും നിർബന്ധ മതപരിവർത്തനത്തിന്റെ ആളുകളാണെന്ന് പറയുമ്പോ ഇന്ത്യ ചരിത്രത്തിന് ചില അബദ്ധങ്ങൾ സംഭവിക്കാനുണ്ട്. ബഹുമാന്യനായ മഹാനായ സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്. തന്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യൻ സനാതന ധർമ്മങ്ങൾ പ്രബോധനം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും അതിനുവേണ്ടി ഓടി നടക്കുകയും ചെയ്ത സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹം നിർബന്ധ മതപരിവർത്തനം നടത്തിയ മനുഷ്യനാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് സനാതന മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും അത് ആളുകളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ആ സ്വാമിയെക്കുറിച്ച് ആർക്കെങ്കിലും നിർബന്ധ മതപരിവർത്തനം നടത്തിയ മനുഷ്യനാണെന്ന് പറയാൻ കഴിയുമോ? ഇനി ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന വിവിധ മതങ്ങൾ പ്രബോധനം ചെയ്യുകയും വിവിധ മതങ്ങൾക്ക് തങ്ങളുടെ വെളിച്ചം വീശുകയും ചെയ്യുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരും ബഹുമാന്യരായ ആളുകളും അവരൊക്കെയും നിർബന്ധ മതപരിവർത്തനത്തിന്റെ ആളുകളാണെന്ന് പറയാൻ സാധിക്കുമോ? അല്ല. അപ്പോ ഇവിടെ ഉണ്ടാകേണ്ട ഒരു വീക്ഷണം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വീക്ഷണം, മനുഷ്യർ പരിപൂർണമായും സ്വതന്ത്രരാണ്. ചിന്താ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അവനവരിച്ഛിക്കുന്ന മതം വിശ്വസിക്കുവാനും അത് അന്യരോട് പറയുവാനുമുള്ള സ്വാതന്ത്ര്യം അത് മനുഷ്യാവകാശമാണ്. ആ മനുഷ്യാവകാശമാണ് ഖുർആനും വിവക്ഷിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കുവാനും നമ്മുടെ പ്രബോധനം ആ രൂപത്തിലാക്കുവാനും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أيها الناس أوصيكم ثانيا بتقوى الله. മാന്യ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദിവിലക്കുകൾ അനുസരിക്കണമെന്നും പടച്ച തമ്പുരാന് തഖ്വയുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. അള്ളാഹു അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ആലോചിക്കേണ്ട മർമ്മപ്രധാനമായ ഒരു വിഷയം ഈ ഘട്ടത്തിലുള്ളത്, നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ പ്രയാസകരമായ അപകടകരമായ ചില സാഹചര്യങ്ങൾ മുന്നോട്ട് വരുന്നു. ഞാൻ പലപ്പോഴും ഈ മിമ്പറിൽ നിന്ന് തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ നാട്ടിലെ സാമുദായിക ധ്രുവീകരണമാണ്. നാം കേട്ടുവരുന്ന ഈ മതപരിവർത്തനങ്ങളുടെ കുറിച്ചുള്ള വിഷയമാണെങ്കിലും അതുപോലെയുള്ള ഏതേത് വിഷയങ്ങളാണെങ്കിലും ഇത്തരം ആളുകൾ ലക്ഷ്യം വെക്കുന്നത് ഈ നാട്ടിലെ വിവിധ മതസ്ഥർ തമ്മിൽ ഐക്യം തകർക്കുകയും അവർ തമ്മിലുള്ള സാഹോദര്യം ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ്. എങ്കിലാണ് അവരവർ ഉദ്ദേശിക്കുന്ന വളരെ നീചമായ തത്വശാസ്ത്രം നടപ്പിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ബാധ്യത, ഒന്നാമത് നാം മനസ്സിലാക്കുക, ഇവിടെയുള്ള മറ്റ് മതസ്ഥരായ സഹോദരങ്ങൾ നമ്മുടെ ശത്രുക്കളോ നമ്മളോട് വിദ്വേഷമുള്ളവരോ അല്ല, മറിച്ച് അവർ നമ്മുടെ സ്നേഹിതന്മാരാണ്. അവർ നമ്മുടെ ഗുണകാംക്ഷികളാണ്. അവർ നമ്മുടെ അടുപ്പമുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു വന്നപ്പോ സർവ്വതും നൽകിയിട്ട് സ്വീകരിക്കുകയും ആ മതം സ്വീകരിക്കുവാൻ തയ്യാറാവുകയും ചെയ്ത ആളുകളാണ് ഇവിടെയുള്ള അന്യമതസ്ഥരായ സഹോദരങ്ങൾ. ആ സാഹോദര്യം എല്ലാ കാലവും നിലനിർത്തുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് ഇന്നും ഇന്നലെയും ഉണ്ടാവുന്ന സംഭവമല്ല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ പ്രവാചകൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദീനയിലെത്തിയപ്പോ ആദ്യമായിട്ട് പ്രവാചകൻ ചെയ്യുന്ന പണിയെന്താ? അവിടെയുള്ള ജൂതരും ക്രൈസ്തവരുമായ സഹോദരങ്ങളുണ്ട്. ജൂത ക്രൈസ്തവ മതം ഒരിക്കലും ഇസ്ലാമുമായിട്ട് യോജിച്ചു പോകുന്നതല്ലല്ലോ. പക്ഷേ ആ നാട്ടിലെ ജൂത ക്രൈസ്തവ സമൂഹത്തോട് പ്രവാചകന് പറയാനുള്ള ഒരു വാക്ക്, മദീന എന്ന് പറയുന്ന ഈ നാട്, ഈ നാടിന്റെ നന്മക്കും ഈ നാടിന്റെ പുരോഗതിക്കും ഈ നാടിന്റെ സമാധാനത്തിനും നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഞങ്ങളെ ഈ നാട്ടിലേക്ക് വന്ന് ആരെങ്കിലും ആക്രമിക്കുമ്പോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഈ നാട്ടുകാരായ നിങ്ങളെ ആരെങ്കിലും വന്ന് ആക്രമിക്കുമ്പോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് ഒരു മതസഹിഷ്ണുതയുടെ, മാനവിക ഐക്യത്തിന്റെ ഒരു തത്വശാസ്ത്രം ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചോതിയതാണ്. നമുക്കും പറയാനുള്ളത് ഇന്ന് അത് തന്നെയാണ്. നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുമ്പോ അവർക്കെതിരായിട്ട് ഈ നാട്ടിലെ മുഴുവൻ മതസ്ഥരും ഒന്നിച്ചു നിൽക്കണം. ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾക്ക് അവരുടെ അനുഷ്ഠാനങ്ങൾക്ക് ആരെങ്കിലും തടസ്സം നിൽക്കുമ്പോ അതിനെതിരായിട്ട് മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നിൽക്കണം. എപ്പോ? അവരുടെ ആരാധനാലയങ്ങൾ, മറ്റുള്ള സമൂഹത്തിന്റെ മറ്റു മതങ്ങളുടെ ആരാധനയും അവരുടെ അനുഷ്ഠാനങ്ങളും നമ്മൾ സ്വീകരിക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഒന്നുണ്ട്, മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, മനുഷ്യന്റെ പൗരാവകാശം എന്ന് പറയുന്നത് അത് മൗലികമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. തഖ്വയിലും നന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം. എന്താണ് ഈ നാട്ടിലെ നന്മ? ഈ നാട്ടിലെ സമാധാനവും ശാന്തിയും നിലനിർത്തണം. ഈ നാട് ഒരു വർഗീയ വിദ്വേഷമുള്ള നാടായി മാറിക്കൂടാ. ഈ നാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ചിന്തുന്ന ഒരു നാടായി മാറിക്കൂടാ. ഈ നാട്ടിൽ ഇന്നലെ വരെ നിലനിന്നിട്ടുള്ള മതസഹിഷ്ണുതയും അതുപോലെ തന്നെ മാനവിക ഐക്യവും നിലനിൽക്കണം. അതിന് വിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളോട് പറയുന്നു, നിങ്ങൾ അതിന് പരസ്പരം സഹായിക്കണം. നിങ്ങൾ അന്യമതസ്ഥരായ ആളുകളോട് സഹവർത്തിത്വത്തിൽ, നന്മയിൽ അവരുമായിട്ട് സഹകരിക്കണം. അത് മതപരമായ ഒരു ബാധ്യതയായിട്ട് നമ്മൾ സ്വീകരിക്കുക. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുള്ളത്, വൈകാരികമായ ഏതൊരു വിഷയത്തിനും വൈകാരികമായ പ്രതികരണം അത് ഒന്നാമത് ഇസ്ലാമികമല്ല. ഏതൊരു വിഷയത്തെക്കുറിച്ചും വൈകാരികമായിട്ട് പ്രതികരിക്കുകയും ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ബഹളവും ഒച്ചപ്പാടും കേൾക്കുമ്പോഴേക്ക് ആ ബഹളത്തിന്റെ നേരെ പോയിട്ട് അവിടെ എടുത്തു ചാടിക്കൊണ്ടുള്ള ഒരു തീരുമാനം, എടുത്തു ചാടിക്കൊണ്ടുള്ള ഒരു പെരുമാറ്റം, അത് സർവനാശമായിരിക്കും നൽകുക. ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം മാത്രം സൂചിപ്പിക്കട്ടെ. ലോക ചരിത്രത്തിൽ, ഇന്ത്യയുടെ ഇസ്ലാമിക ചരിത്രത്തിൽ എന്തുകൊണ്ട് മുഗൾ സാമ്രാജ്യം നശിച്ചു എന്ന് ചോദിച്ചാൽ, അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ഒരു സൈന്യാധിപന്റെ, ഒരു മുഗൾ സൈന്യാധിപന്റെ അവിവേകവും എടുത്തുചാട്ടവുമായിരുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ നാശത്തിന് തുടക്കം കുറിച്ചത്. മറാഠികളുമായിട്ട് യുദ്ധം ചെയ്യേണ്ട യാതൊരു സാഹചര്യവുമില്ലാതപ്പോ ചെറിയ ഒരു വിഷയത്തിന്റെ പേരിൽ വൈകാരികമായിട്ട് എടുത്തുചാടി, അങ്ങനെയാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ നാശം തുടങ്ങുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, ഞാനോ നിങ്ങളോ ചെയ്യുന്ന അവിവേകം കൊണ്ടുള്ള ഒരു പ്രവർത്തനം അത് തലമുറകൾ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിവേകപൂർണമായിരിക്കണം നമ്മുടെ ഏത് നീക്കവും. അത് ഈ നാട്ടിലെ മതസൗഹാർദ്ദവും മാനവിക ഐക്യവും കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അന്യമതസ്ഥരുമായിട്ട് സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ടും ഐക്യം നിലനിർത്തിക്കൊണ്ടുമുള്ള ബുദ്ധിപൂർണമായ ഒരു നീക്കമായിരിക്കണം എക്കാലത്തും മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്ന് സന്ദർഭോചിതമായി ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥൻ സമാധാനത്തോടുകൂടി ജീവിക്കുവാനും ശാന്തിയോടുകൂടി കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് ഈ നാടിനും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഐക്യവും സമാധാനവും ശാന്തിയും അള്ളാഹു വർഷിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, അഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി വിശ്വാസികളായി ജീവിക്കുവാനുള്ള സാഹചര്യം ഞങ്ങൾക്കിനി നൽകണമേ തമ്പുരാനെ. റഹ്മാനായ നാഥ, അവിവേകം കൊണ്ട് എടുത്തുചാടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, മരിച്ചുപോയ ആളുകളുടെ ഖബറുകൾ നീ സ്വർഗ്ഗപൂന്തപ്പാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളെയും അവരെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.